പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഉടനീളെ നന്ദൻ ആലോചിക്കുകയായിരുന്നു. ചിത്രയെക്കുറിച്ചായിരുന്നു. അമ്പല പരിസരങ്ങളിലും ഒഴിഞ്ഞ ലൈബ്രറി റൂമിലും വയലോരത്തുമൊക്കെ മാറി മാറി പറഞ്ഞിരുന്ന ഒരു പൂമ്പാറ്റയെ പോലെയായിരുന്നു അവൾ. വീടിനടുത്തുള്ള സുധാകരൻ്റെയും രമണിയുടെയും മൂത്ത മകൾ. വയസ്സ് 25. പൊൻകതിറിൻ്റെ നിറം. പേലി നിറഞ്ഞ മാൻമിഴികൾ. തൊട്ടാൽ ചോര തെറിക്കുന്ന പോലത്തുള്ള ചുണ്ടുകൾ. തുടുത്തിരിക്കുന്ന കവിളുകൾ. ഒട്ടും ഉടയാത്ത സൗന്ദര്യം തന്നെ. അവൾ തന്ന ചില സുഖങ്ങളൊക്കെ ഓർത്തപ്പോൾ തന്നെ നന്ദൻ്റെ ഉള്ളാകെ വികാരം കൊണ്ട് തുളുമ്പി. തൻ്റെ കയ്യിലിരിക്കുന്ന കമ്പിപ്പാര അവളെ തലേന്ന് രാത്രി അവൾക്ക് കൊടുത്തതിൻ്റെ ഓർമ്മകളിൽ നന്ദൻ തഴുകി തലോടി നിന്നു. ചിത്ര അവളൊരു ആറ്റം ഫിഗർ തന്നെയാണ്. കുറേ നാളായിട്ട് എൻ്റെ വാണറാണി ചിത്രയുടെ ചോര തുടിക്കുന്ന ചുണ്ടുകളും പിന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന ആ പഞ്ഞിക്കെട്ടുകളും ഒക്കെ നന്ദൻ്റെ മനസ്സിൽ ഓർമ്മകളുടെ അയവിറക്കിയപ്പോൾ എന്തൊക്കെയോ തോന്നി. പിന്നെയുള്ളത് അവളുടെ കയ്യിലിരിക്കുന്ന തുള്ളിത്തുളിക്കുന്ന ആടിക്കളിക്കുന്നതും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചരുവുമാണ്. എന്നും കണ്ണിനും മനസ്സിനും ഒരു കുളിർമയാണ്. അവളെ ഓർത്ത് വിട്ട വാണത്തിനൊന്നും ഒരു കണക്കുമില്ല. എങ്ങനെ അവളെ തൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരുന്നു ഒരു ഭാഗ്യം പോലെ ഒരു അവസരം വന്ന് കയറി വന്നു. കാവിലെ ഉത്സവത്തിന് എല്ലാവരും കഥകളിയും നാടകവും കാണാൻ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും. ഞാൻ എൻ്റെ വാണറാണിയെ നോക്കി വെള്ളമിറക്കിക്കൊണ്ടേയിരിക്കുന്നു. അമ്മ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നന്ദ, നീ ഒന്ന് ചിത്രയുടെ കൂടെ ഒന്ന് വീട് വരെ പോയിട്ട് വരാൻ എന്ന്. 5-6 ലഡു ഒന്നിച്ചെൻ്റെ മനസ്സിൽ പൊട്ടി. അങ്ങനെ ഞാൻ ചിത്രയും കൊണ്ട് ബൈക്കിന് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ വെച്ച് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച മാറിക്കിട്ടി. ഞാനാണെങ്കിൽ കണ്ട ഹമ്പിലൊക്കെ ചാടിച്ചു കൊണ്ടാണ് ബൈക്ക് ഓടിച്ചു കൊണ്ടുപോയത്. അങ്ങനെ വീടെത്തി. പോകാൻ നിന്ന ചിത്ര എന്നോട് പറഞ്ഞു, ഒന്ന് കാത്തിരിക്കുമോ, ഡ്രസ്സ് മാറിയിട്ട് ഞാൻ വേഗം വരാം. അവൾ ഇപ്പം ഇട്ട ധാവണിയും മാറ്റി വരാമെന്നായിരിക്കും ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ആ ധാവണിയിലും അവൾ അതിസുന്ദരിയായിരുന്നു. ദുപ്പട്ടയുടെ ഇടയിലൂടെ കാണുന്ന അവളുടെ വെളുവെളുത്ത ആ സൗന്ദര്യം തന്നെ എന്നെ ഒരുപാട് ആകർഷിച്ചു. ഞാൻ ചോദിച്ചു, ഈ ഡ്രസ്സിനെന്താ ഇപ്പോൾ ഒരു കുഴപ്പം? അന്നേരം അവൾ പറഞ്ഞു മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന പഞ്ഞിക്കെട്ടുകളിലേക്ക് ഒളിച്ചു നോക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചമ്മിപ്പോയി. ചിരിച്ചുകൊണ്ട് എനിക്ക് കുടിക്കാൻ കുറച്ച് ജ്യൂസും അവൾ തന്നു. കുറച്ചും കൂടി ധൈര്യം കിട്ടി. അതും സംഭരിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഭംഗിയുള്ളതിൽ നോക്കുന്നതിനും തൊട്ടു നോക്കുന്നതിനും മനുഷ്യ സഹജമാണെന്ന്. ഓഹോ, അങ്ങനെയാണോ? അതും പറഞ്ഞ് അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന വടയൊന്ന് കാണിക്കാൻ തുടങ്ങി. ഞാൻ ധൈര്യം സംഭരിച്ചിട്ട് അവളുടെ കയ്യിലൊന്ന് കയറി പിടിച്ചു. അവൾ പിന്നോട്ടൊന്ന് നീങ്ങി. അവൾ നീങ്ങിയത് പിന്നിലുള്ള ചുമരിൽ തട്ടി തന്നെ നിന്നു. ഞാനാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കാൻ എന്ന പോലെ ഞാൻ അവളെ ലോക്ക് ചെയ്തുകൊണ്ട് അവളുടെ തൊട്ടു മുന്നിൽ നിന്നു. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളും വിറയ്ക്കുന്ന തേൻ അധരങ്ങളും എന്നിലെ വികാരങ്ങൾ കൂട്ടിക്കൊണ്ടേയിരുന്നു. അവളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ചോദിച്ചു, എനിക്ക് കാണാൻ വേണ്ടിയല്ലേ നീ ഇതെല്ലാം കാണിച്ചു കൊണ്ടേയിരിക്കുന്നത്? നീ ശരിക്കും എന്നെ തന്നെ നോക്കിയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കുമ്പോൾ നീ എന്നിൽ നിന്ന് മുഖം മാറ്റുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കുന്നത് തെറ്റാണോ? നീ പറ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ആഴവും വ്യാപ്തിയും നീ അറിയും. എൻ്റെ ചുംബനത്തിലൂടെ ഞാൻ നിൻ്റെ ചുണ്ട് എൻ്റെ സ്വന്തമായി ഒന്ന് കുറച്ചു നേരത്തേക്ക് എടുത്തോട്ടെ. 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. കണ്ണുകൾ മെല്ലെ കവിളുകൾ ചുണ്ടുകളിൽ അമർത്തി. അവളുടെ കീഴ്ചുണ്ടുകളിൽ നനവ് പടർന്നു.
ഇതെല്ലാം ചെയ്തപ്പോഴും നന്ദൻ്റെ കൈകൾ അവളുടെ സൗന്ദര്യത്തെ തഴുകുന്നുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും അവളുടെ ചോര നിറഞ്ഞ ചുണ്ടുകളിൽ അവൻ ചുംബിക്കാൻ തുടങ്ങി. എന്നിട്ട് അവളെ കൂടുതൽ കൂടുതൽ തന്നിലേക്ക് ഇറുക്കി പിടിച്ചു. ആ സമയത്ത് അവിടെ നടന്നത് ഒരു വികാരത്തിൻ്റെ വേലിയേറ്റം തന്നെയായിരുന്നു. അവളുടെ നനവൂർന്ന ചുണ്ടുകൾ കണ്ടപ്പോൾ തന്നെ നന്ദന് കൂടുതൽ ആവേശമായി. കത്തുന്ന കണ്ണുകളോടെ ചിത്ര അവനെ വീണ്ടും ആഞ്ഞാഞ്ഞു പുണർന്നു. അവളുടെ കയ്യിലിരിക്കുന്ന ആ പഞ്ഞിക്കെട്ടുകൾ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ഇട്ടുകൊടുത്തു. അവളുടെ ശ്വാസം തൻ്റെ കാതുകളിൽ വന്നടയുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഈ സമയം എല്ലാം ചിത്ര നന്ദൻ്റെ ചെവിയിൽ കടിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. കിടക്കയിൽ വീണ ചിത്രയുടെ മേലേക്കായി പിന്നെ നന്ദൻ്റെ കടന്ന ആക്രമണം. പിന്നെ നന്ദൻ്റെ കൈകൾ അവളുടെ സൗന്ദര്യത്തെ ഉണ്ടായിരുന്ന ഓരോ മുത്തുമണികളും പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു.